ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ ഒരു ക്ലയൻറ്റ് നമ്മൾ കോട്ട് കൊടുത്ത സമയത്ത് ഞാനൊരു 65 ആണ് ടൈലിന് റേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇത് MRP ആണോ അതേ ഡിസ്കൗണ്ട് പ്രൈസ് ആണോ? അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം? അത് എനിക്ക് വേറൊരാൾ കോട്ട് തന്നപ്പോഴത്തേക്ക് അത് 180 രൂപ അവർ MRP വെച്ചിരിക്കും. ഞാൻ പറഞ്ഞു അത് 180 രൂപയുടെ ടൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലോ, അത്രയും പ്രീമിയം. എന്നിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഈ കോൺട്രാക്ടർ പറഞ്ഞ് ഇത് MRP റേറ്റ് ആണ്, ഇതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് ഡിസ്കൗണ്ട് റേറ്റ് വരും. അപ്പൊ അതിനകത്ത് അത് എന്തിനാ വെച്ചത്? അപ്പൊ അത് ശരിക്കും അതൊരു തരികയാണ്. കാര്യം എന്താണെന്ന് അറിയാവോ? ക്ലയൻറ്റ് ഇത് വായിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കൊട്ടേഷനിലൊക്കെ 65 രൂപ ടൈല്, പുള്ളി അതിൻ്റെ 3 ഇരട്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ നാളെ ടൈൽ ഷോപ്പിൽ പോയിട്ട് 120 180 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി പറയാം എന്നാൽ പിന്നെ നമുക്ക് ഗ്രാനൈറ്റ് ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട്, അല്ലെങ്കിൽ GVT നമ്മളെ ഫുൾ സ്ലാബ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. 130 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. പിന്നെ മറ്റേ ഇപ്പോൾ ഇറങ്ങുന്ന വൈറ്റ് കളർ ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലൊക്കെ ഇപ്പോൾ 200 രൂപയ്ക്ക് ചില്ലറ പൈസല്ലേ ഉള്ളൂ. അല്ല ശരി, ഞാൻ അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കും. ഈ MRP പരിപാടി ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ സത്യാവസ്ഥ എങ്ങനെയാണ്? നമ്മൾ തരുന്നത് അതിന്റെ ലാസ്റ്റ് റേറ്റാണ്. അതിനകത്ത് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 65 രൂപയാണെങ്കിൽ 65 രൂപ വരെ എടുക്കാം നിങ്ങൾക്ക് ടൈല്. ഇനി അതിനപ്പുറം നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് 65 രൂപയുടെ ഒരു ടൈൽസ് വെച്ചു, നിങ്ങൾ ഷോപ്പിൽ പോയ സമയത്ത് ഇവർക്ക് നിങ്ങൾക്ക് 100 രൂപയുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ 40 രൂപ അവിടെ വെച്ചിട്ട് പേ ചെയ്യുക. അതിനകത്ത് ലേയിങ്ങിനൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. അതങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളത്. പക്ഷേ ക്ലിയർ കട്ട് ഈ സാധനം നമ്മൾ എഴുതി വെച്ചിരിക്കണം.